ഷോ ദാറ്റ് റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ ബി ദ ഇറാഷണൽ നമ്പർ ഗിവൺ ദാറ്റ് റൂട്ട് 6 ഇസ് ആൻ ഇറാഷണൽ നമ്പർ. റൂട്ട് 6 ഇറാഷണൽ നമ്പർ ആണെങ്കിൽ റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ഹോൾ സ്ക്വയർ ഇസ് ആൻ ഇറാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ഫസ്റ്റ് വൺ എന്ത് ചെയ്യണം? ലെറ്റ് us assume ദാറ്റ് ഈ തന്നിരിക്കുന്ന നമ്പർ ഏതാ? റൂട്ട് 2 പ്ലസ് റൂട്ട് 3 അല്ലേ? ഏത് നമ്പർ തന്നാലും നമ്മൾ സെയിം മോഡലിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് വൺ എന്ത് ചെയ്യണം? റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ഹോൾ സ്ക്വയർ ഈസ് റാഷണൽ, ഈസ് എ റാഷണൽ. റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ ഈസ് എ റാഷണൽ നമ്പർ ആണെന്ന് എഴുതണം. ഇനി നമുക്ക് എന്തറിയാം? ഈ റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം? റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ബൈ ക്യൂ. ഇറ്റ്സ് എ റാഷണൽ നമ്പർ ആണെങ്കിൽ അത് എന്തിൻ്റെ ഫോമിലായിരിക്കും? ദ ഫോം ഓഫ് പി ബൈ ക്യൂ ആയിരിക്കും. വെയർ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ പി ആൻഡ് ക്യൂ ആർ കോപ്രൈം ആയിരിക്കും. പി ആൻഡ് ക്യൂ ആർ കോപ്രൈംസ്. കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്നിനകത്തും രണ്ട് പിക്കകത്തും ക്യൂവിനകത്തും കോമൺ ഫാക്ടർ ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് കോപ്രൈം എന്ന് പറയുന്നത്. ഇതേ സെയിം മോഡൽ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ ലെറ്റ് us assume ദാറ്റ് റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ഹോൾ സ്ക്വയർ ഈസ് എ റാഷണൽ. അങ്ങനെയാണെങ്കിൽ റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഏത് ഫോമിൽ എഴുതാം? പി ബൈ ക്യൂ ഫോമിൽ എഴുതാം. വെയർ ക്യൂ നോട്ട് ഈക്വൽ ടു 0 റാഷണൽ നമ്പർ ആണെങ്കിൽ അതിൻ്റെ ജനറൽ ഫോമാണ്. അപ്പോൾ നമുക്ക് റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു പി ബൈ ക്യൂ കിട്ടി. ഇനി ഇതിനെ ഒന്നും നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്താ മക്കളെ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ റൂട്ട് 2 സ്ക്വയർ പ്ലസ് റൂട്ട് 3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 ഈക്വൽ ടു ഏത് ഫോമായി? പി ബൈ ക്യൂ ഈക്വൽ ടു ഫോമായി. ഇനി ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. റൂട്ട് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 വരും. ഇനി 2 അങ്ങനെ തന്നെ എഴുതുക. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് എ ബി ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 6 എന്ന് എഴുതാലോ. കറക്റ്റ് അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ബൈ ക്യൂ വരും. ഇനി നമ്മൾ എന്താണ്? ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 2 പ്ലസ് 3 പ്ലസ് 2 റൂട്ട് 6 ഈക്വൽ ടു പി ബൈ ക്യൂ കിട്ടി. ഇനി ഇവിടെ വരുന്ന നമ്പേഴ്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. 2 പ്ലസ് 3 5 വരും. അപ്പോൾ 5 പ്ലസ് 2 റൂട്ട് 6 ഈക്വൽ ടു പി ബൈ ക്യൂ വരും. ഇനി നമ്മൾ ഏത് നമ്പറിനെ മാത്രം അവിടെ നിർത്താമുള്ളൂ? ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും ഇറാഷണൽ നമ്പറിനെ മാത്രം നിർത്താമുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റൂട്ട് 6 ഫസ്റ്റ് വൺ അവിടെ നിർത്തണം. ഈ 5 നേരെ ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പി ബൈ ക്യൂ മൈനസ് 5 ആയി. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റൂട്ട് 6 നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി മൈനസ് 5q ഡിവൈഡഡ് ബൈ ക്യൂ വരും. ഇനി നിങ്ങൾ നോക്കിക്കേ, അടുത്ത സ്റ്റെപ്പിൽ ഇറാഷണൽ നമ്പറിനെ മാത്രമേ ലെഫ്റ്റ് സൈഡിൽ നിർത്താമുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 6 വരും. ദെൻ ഈ 2 കൂടി നേരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു പി മൈനസ് 5q ഡിവൈഡഡ് ബൈ 2q വരും. ഇനി നമുക്കറിയാം പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജേഴ്സ് ആണ്. വെയർ പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജേഴ്സ് ആണ്. പിയും ക്യൂവും നമ്മൾ എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പി മൈനസ് 5q എന്തായിരിക്കും? ഈസ് ഇൻറ്റിജർ ആയിരിക്കും. ഇൻറ്റിജർ. ദെൻ 2q ഈസ് ഓൾസോ ഈസ് ഇൻറ്റിജർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദിസ് നമ്പർ ഈസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ അല്ലേ? ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ. ദെയർഫോർ എന്ത് പറയാൻ പറ്റും? വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. കാരണം നമ്മൾ എന്തായാലും റൂട്ട് 6 ഈസ് റാഷണൽ എന്നാണ് പറഞ്ഞേക്കണേ അല്ലേ? വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. ഇത് കോൺട്രഡിക്ഷൻ ആണ്. വിച്ച് ഈസ് കോൺട്രഡിക്ഷൻ. സിൻസ് പിന്നെ എല്ലാ പ്രോബ്ലത്തിലും എഴുതുന്ന അതേ സാധനം തന്നെ. റൂട്ട് 6 ഈസ് ഇറാഷണൽ. റൂട്ട് 6 എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പറാണ്. ദെയർഫോർ അവർ അസംഷൻ ഈസ് റോങ്. അവർ അസംഷൻ ഈസ് റോങ്. ദെയർഫോർ അവർ അസംഷൻ റോങ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ ഈസ് ഇറാഷണൽ. പിന്നെ എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ എഴുതി വെക്കുന്ന സ്റ്റെപ്പുകൾ അത്ര അങ്ങ് എഴുതി വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഏത് പ്രോബ്ലം തന്നോട്ടെ, റൂട്ട് 2 പ്ലസ് റൂട്ട് 5 ഹോൾ സ്ക്വയർ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ സെയിം മോഡലിൽ തന്നെ ചെയ്യുക. 10th CBSE കുട്ടികൾക്കായിട്ടുള്ള നെക്സ്റ്റ് ഇയർ ക്ലാസ് ഓറയിൽ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി ഹാഫ് അവർ ക്ലാസ്സുകളും എക്സാംസും എല്ലാം ഉൾപ്പെടെ മന്ത്ലി 500 rupees ആണ് വരുന്നത്. താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.